സ്വന്തമായി ചന്തക്കാരിയെ നടക്കാനുള്ള മോഹമൊന്നുമല്ല. അത്താഴ പ്രശ്നക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം? ഒക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. 1 2 കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു. കഷ്ടകാലത്തിന് അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തോള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിൽ തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് പൂർണ്ണക്കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണോ? എന്താ ഉണ്ണിമായേ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കിലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ? ഷോ, നിന്ന് നിലയിലെങ്കിലും ഊറ്റിപ്പോയി നാണം കെട്ടിട്ട്. നീ കേക്കണ്ടോ? 5 തോല പൊന്നില് കാപ്പുണ്ടാകണ കാര്യമല്ല പറയണേ. ദാ ഇത്തിരി ഒരു നുള്ളു പൊന്ന്, അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി, അത്രയും മോഹിക്കുന്നുള്ളൂ. ആരോട് പറയാനാ? ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, സദാ നേരം ഒരു പൊട്ട ഹാർമോണിയത്തിന് മേലെ കമഞ്ഞു നടത്താ പണി. ആ കുന്ത്രാന്റെ അവിടെ നീ എന്ന് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും എല്ലാരും. കടലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാടി പിള്ളേർക്ക് കൊടുക്കണം എടുത്തിട്ട്. ഒരു ബാല്യക്കാരി കുട്ടിയാണ്. അതിന് വല്ല ചാമ്പോ പൊട്ടോ 4 കുപ്പിവളയോ എന്തെങ്കിലും ഈ കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഏഹേ, ഇങ്ങനെ ഇരുന്നോളൂ അനങ്ങാപ്പാറയായിട്ട്. എന്റെ തലയിലെഴുതു, ആരോട് പറയാനാ? എന്താ നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം, പൂച്ചക്കൊരു മൂക്കുത്തി. അങ്ങനെ ഒരു സിനിമാ കളിയുണ്ട്. ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. നീ കുറഞ്ഞി ഇങ്ങോട്ട് പോരെ. ചെമ്മാങ്കൂടി സാധകം ചെയ്യണ നേരാ, ശല്യപ്പെടുത്തണ്ട. ഒന്നും വാങ്ങിത്തരണ്ട, 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ? അതുമില്ല. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ?